എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു നാടൻ പലഹാരമാണ് കേട്ടോ. ഈ പലഹാരത്തിൽ ഞാൻ 2-3 ഇൻഗ്രീഡിയൻസ് എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ട്. അതും കൂടി ചേർത്ത് ചെയ്യുമ്പോൾ അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടും നല്ല ടേസ്റ്റിലാണ് കേട്ടോ ഇന്ന് നമ്മൾ റെഡിയാക്കാൻ പോണത്. 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്, 1/4 കപ്പ് വെള്ളം. ഇത് നല്ലോണം തിളപ്പിച്ചെടുക്കാം. പാല് തിളയ്ക്കുമ്പോഴേക്കും നമുക്കൊരു മാവ് റെഡിയാക്കാം. 1 കപ്പ് ഫൈൻ അരിപ്പൊടി എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ മൈദ, മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്, 1 ടീസ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ നെയ്യ്. ഫസ്റ്റ് ഇതെല്ലാം നല്ലോണം മിക്സ് ചെയ്യാം. ഈ മൈദ ആഡ് ചെയ്ത് നമ്മൾ ഈ മാവ് കുഴയ്ക്കുമ്പോൾ സോഫ്റ്റായി കിട്ടും കേട്ടോ. അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടുണ്ടാവും നമ്മൾ ഉണ്ടാക്കണ ഈ പലഹാരം. അതുപോലെ നമ്മൾ ഈ പലഹാരം 2 രീതിയിലാണ് ഉണ്ടാക്കണത്. മധുരമുള്ളതും ഉണ്ടാക്കുന്നുണ്ട്, എരിവുള്ളതും ഉണ്ടാക്കുന്നുണ്ട്. 2 ടൈപ്പിലാണ് കേട്ടോ റെഡിയാക്കാൻ പോകുന്നത്. പാല് നല്ലോണം തിളച്ചു. ഇനി കുറേശ്ശെ ഈ മാവിലേക്ക് ഒഴിച്ച് നമുക്ക് ഈ മാവ് കുഴച്ചെടുക്കാം. പാലും വെള്ളം രണ്ടും കൂടി മിക്സ് ചെയ്ത് ചേർത്ത് കുഴയ്ക്കുക. നല്ല സോഫ്റ്റായി കിട്ടും. പാല് ചേർത്ത് നമ്മൾ കുഴച്ചു. ഇനി നമുക്ക് കയ്യിൽ കുഴയ്ക്കാം. ഞാൻ എടുത്ത പാല് കറക്റ്റായിരുന്നു കേട്ടോ. ലൈറ്റ് ചൂടോടുകൂടി തന്നെ നമുക്കിത് കുഴച്ചെടുക്കണം. മാവ് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തു. ഇനി നമുക്കിത് അടച്ച് വെച്ച് ഇതിനുള്ള ഫില്ലിങ് റെഡിയാക്കാം. ഫസ്റ്റ് നമുക്ക് മധുരമുള്ള ഫില്ലിങ് റെഡിയാക്കാം. അതിന് വേണ്ടി 1/2 കപ്പ് ചെറിയ നാളികേരം പാനിലേക്ക് ചേർക്കുന്നുണ്ട്. നാളികേരം ഒന്ന് ഡ്രൈ ആയി കിട്ടണം. ഇതിലൊരു ഈർപ്പൊക്കെ ഉണ്ടാവില്ലേ, അതൊന്ന് പോയി കിട്ടണം. കളറൊന്നും മാറണ്ടാത്ത നാളികേരത്തിൽ ഈർപ്പൊക്കെ പോയി. ഇതിലേക്ക് ഇനി നമുക്ക് ശർക്കര ആഡ് ചെയ്യാം. 1 അച്ചിൽ പകുതി ശർക്കര എടുത്ത് ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കണതാണ് കേട്ടോ. മധുരം ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തോളൂ. 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി, 1 നുള്ളു ഉപ്പ്. ഇതെല്ലാം മിക്സ് ചെയ്ത് നല്ലോണം ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ. ശർക്കര ചേർക്കുമ്പോൾ ഒന്നും കൂടി ഇത് ലൂസാവും. അതിൻ്റെ ശേഷം നമുക്കൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. മിക്സ് റെഡിയായി. നല്ലോണം ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയ്ക്കും ഡ്രൈ ആക്കി എടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് ഫില്ല് ചെയ്ത് ആവി കയറ്റുമ്പോൾ ഒക്കെ ഒലിച്ച് വരും. ഈ മിക്സ് മാറ്റി വെച്ചിട്ട് എരിവുള്ള മിക്സ് റെഡിയാക്കാം. 1/4 കപ്പ് കടലപ്പരിപ്പ് എടുത്ത് കഴുകി 2 മണിക്കൂർ കുതിർത്തി ഡ്രൈ ആക്കി വെച്ചതാണ് കേട്ടോ. ഇതൊരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില, കുറച്ച് വേപ്പില, ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, ഈ മിക്സിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുമ്പോൾ കുറച്ച് ചേർക്കുക കേട്ടോ. ഓൾറെഡി നമ്മൾ മാവിൽ ഉപ്പിട്ടുണ്ട്. 1/4 ടീസ്പൂണിൽ കുറവാണ് കായ്പ്പൊടി, 1/4 ടീസ്പൂണിൽ കുറവ് ചെറിയ ജീരകം. ഇതെല്ലാം നമുക്കൊന്ന് ഒതുക്കി എടുത്തിട്ട് വരാം. കടലപ്പരിപ്പ് ഒതുക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ഇതും മാറ്റി വെച്ച് നമുക്ക് മാവ് നോക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. ഈ വലിപ്പത്തിൽ ഓരോ ബോൾസ് ആക്കി എടുക്കാം. എല്ലാം ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് റെഡിയാക്കാം. ചപ്പാത്തിക്കല്ല് എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഞാൻ 2 പ്ലാസ്റ്റിക് ഷീറ്റാണ് കേട്ടോ എടുത്തേക്കണേ. ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് നെയ്യ് തേക്കാം. നെയ്യ് വെളിച്ചെണ്ണ എന്ത് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന ബോൾസ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഷീറ്റ് ഇതിൻ്റെ മുകളിൽ വയ്ക്കുക. ഒരു പാത്രം വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. പ്രസ് ചെയ്തതിന് ശേഷം സൈഡ് വല്ലാണ്ട് വിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് റെഡിയാക്കി കൊടുത്തോളൂ കേട്ടോ. മധുരമുള്ള ഫില്ലിങ് നമുക്ക് വെച്ച് കൊടുക്കാം. ഈ മധുരമുള്ള ഫില്ലിങ്ങിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് നട്ട്സ് ആഡ് ചെയ്യുക, അവിൽ ആഡ് ചെയ്യുക, എന്ത് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഇഷ്ടമുള്ളത് ഞാൻ സിമ്പിളായിട്ട് ഉണ്ടാക്കി കാണിക്കണമെന്നേ ഉള്ളൂ. വെച്ചതിന് ശേഷം ഈ സൈഡിൽ നിന്ന് നമുക്ക് ഈ സൈഡിലേക്ക് മടക്കി ഒട്ടിച്ചു കൊടുക്കാം. ഫില്ലിങ് പുറത്ത് വരാണ്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇത് നിങ്ങൾക്ക് ഫോർക്കൊക്കെ വെച്ച് ഡിസൈൻ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ഇത് ഡിസൈൻ ചെയ്തോളൂ കേട്ടോ. ഇനി നമുക്ക് എരിവുള്ളത് റെഡിയാക്കാം. ഇതിലേക്ക് എരിവുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഫില്ലിങ് ആവശ്യത്തിന് വെച്ചിട്ട് നമുക്ക് അതേപോലെ തന്നെ മടക്കിയെടുക്കാം. ഫില്ലിങ് ഹെവിയായിട്ട് വേണ്ടേ. നമുക്ക് ഇതും വേറെ പ്ലേറ്റിൽ വെച്ചിട്ട് ഇതുപോലെ മധുരം എരിവും എല്ലാറ്റിലും ഫില്ല് ചെയ്തെടുക്കാം. നമ്മളെല്ലാം ഫില്ല് ചെയ്തെടുത്തു. ഇനി നമുക്കിത് സ്റ്റീം കയറ്റാം. ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. അപ്പം ഞാൻ 4 വെച്ചിട്ടുള്ളൂ. ഒരു ട്രിപ്പും കൂടി നമുക്ക് ചെയ്യാനായിട്ടുണ്ട്. ഫസ്റ്റ് ഇത് നമുക്ക് 10 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം. ആവി കയറ്റാൻ വെച്ചിട്ട് 10 മിനിറ്റായി. നമുക്ക് തുറക്കാം. അതിൻ്റെ മുകളിലൊരു ഇല വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പറയാൻ വിട്ടുപോയതാണ്.
ഇത് എടുത്തിട്ട് നമുക്ക് അടുത്ത ട്രിപ്പും കൂടി വേവിച്ചെടുക്കാം. അപ്പോഴേക്ക് ഫസ്റ്റ് ട്രിപ്പ് തണുത്ത് കിട്ടും കേട്ടോ. അപ്പം എല്ലാം തണുത്തു കിട്ടാം. നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. കണ്ടില്ലേ എത്ര സോഫ്റ്റ് ആണെന്നുള്ളത്. ഞാൻ പറഞ്ഞ ഈ 2-3 സാധനം കൂടി ചേർത്ത് നിങ്ങൾ റെഡിയാക്കി നോക്കൂ. അപ്പം നിങ്ങൾക്ക് ശരിക്കും അറിയാൻ പറ്റും എത്ര സോഫ്റ്റ് ആയിരുന്നു എന്നുള്ളത്. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സീ യു, ബൈ.